പുലിയും പൂച്ചയും ഒന്നിച്ചായിരുന്നു താമസം. പുലി പൂച്ചയെ കൊണ്ട് ധാരാളം പണികൾ ചെയ്യിക്കും. മഞ്ഞു പെയ്യുന്ന ഒരു രാത്രിയിൽ പുലി പൂച്ചയോട് പറഞ്ഞു, കൂട്ടുകാരാ, എനിക്ക് നന്നായി തണുക്കുന്നു. നീ പുറത്തുപോയി കുറച്ച് ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൊണ്ടുവാ, നമുക്ക് തീ കൂട്ടാം. പൂച്ച പുറത്തിറങ്ങി. അവൻ നടന്ന് ഒരു വീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധൻ ഒറ്റയ്ക്കിരുന്ന് തീ കായുന്നുണ്ടായിരുന്നു. പൂച്ച വൃദ്ധൻ്റെ അടുത്ത് ചെന്നിരുന്ന് തീ കാഞ്ഞു. വൃദ്ധന് പൂച്ചയെ ഇഷ്ടമായി. അയാൾ പൂച്ചയ്ക്ക് ഒരു കഷ്ണം പൊരിച്ച മീൻ കൊടുത്തു. മീൻ തിന്നു കഴിഞ്ഞ പൂച്ച വയസ്സനോട് പറഞ്ഞു, നോക്കൂ, എന്നും എനിക്കിങ്ങനെ നല്ല തീറ്റ തരാമെങ്കിൽ ഞാൻ വല്ല ജോലിയും ചെയ്ത് ഇവിടെ നിന്നുകൊള്ളാം. നിനക്ക് എന്ത് ജോലിയാ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഒരു എലി അതുവഴി ഓടി വന്നു. പൂച്ച ഉടനെ ചാടി വീണ് അതിൻ്റെ കഥ കഴിച്ചു. അത് കണ്ട് വൃദ്ധന് ഇഷ്ടമായി. പൂച്ച അങ്ങനെ വൃദ്ധൻ്റെ വീട്ടിൽ താമസവും തുടങ്ങി. പൂച്ചയെ കാത്തിരുന്ന് പുലി തണുത്തു വിറച്ചു രാത്രി കഴിച്ചുകൂട്ടി. ചുള്ളി പറക്കാൻ പോയ പൂച്ചയെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുലി കണ്ടുമുട്ടിയത്. പൂച്ച അബദ്ധത്തിൽ പുലിയുടെ മുന്നിൽ ചെന്നുപെട്ടു. കണ്ടപാടെ പുലി പൂച്ചയുടെ പിന്നാലെ ഓടി. എടാ ദ്രോഹി, നീ കാരണം ഞാൻ എത്ര ദിവസം തണുത്തു വിറച്ചു കിടന്നു എന്നറിയോ? നീ ഇപ്പോൾ നല്ലവണ്ണം കൊഴുത്തിരിക്കുന്നു, നിൽക്കടാ അവിടെ. പുലി പിന്നിലും പൂച്ച മുന്നിലുമായി ഓടി. പെട്ടെന്ന് പൂച്ച വെട്ടിത്തിരിഞ്ഞ് ഒരു കുറ്റിക്കാട്ടിൽ ഒളിക്കാൻ തുടങ്ങുമ്പോൾ പുലി പൂച്ചയുടെ വാലിൽ പിടികൂടി. അപ്പോൾ പൂച്ച വിളിച്ചു പറഞ്ഞു, എടാ മണ്ടൻ പുലിയെ, നീ ഒരു പാമ്പിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മൾ പഴയ കൂട്ടുകാരല്ലേ. നീ ഒരബദ്ധത്തിൽ ചാടുന്നത് എനിക്ക് കാണാനേ പറ്റില്ല. ആ പാമ്പിനെ ഒന്ന് നീ വേഗം വിട്, അല്ലെങ്കിൽ അതിപ്പോൾ നിന്നെ. പാമ്പിനെ പേടിച്ച് പുലി വേഗം പിടുത്തം വിട്ടു. പൂച്ച ഓടി കാട്ടിൽ ഒളിക്കുകയും ചെയ്തു.